ഇപ്പോൾ 2026 ജാനുവരി 9 നമ്മൾ പവർ ഓഫ് പെന്നിൻ്റെ ഹോം വിസിറ്റിൻ്റെ 2ാം ദിവസമാണ് ഇന്ന്. നമ്മളൊരു 4-5 കുട്ടികളുടെ പവർ ഓഫ് പെന്നിൻ്റെ ലെറ്റർ എഴുതിയവരെയും അവരെഴുതിയ കുഞ്ഞുങ്ങളെയും അല്ലാതെയും ടീച്ചേഴ്സ് കണ്ടെത്തിയ കുട്ടികളുടെയും വീടുകൾ സന്ദർശിക്കുന്ന ഒരു പരിപാടിയിലേക്കാണ്. അപ്പോൾ എൻ്റെ വിശദാംശങ്ങൾ കാണും. മോളുടെ പേര് അനു അഞ്ജു അല്ലേ? അപ്പോൾ ഇത് ദേവികയാണ് നമ്മുടെ പവർ ഓഫ് പെന്നിൻ്റെ ഇതിൽ അഞ്ജുവിനെ കുറിച്ച് എഴുതിയത്. നമ്മളിപ്പോൾ അഞ്ജുവിൻ്റെ വീട്ടിലാണ്. അഞ്ജുവിൻ്റെ അനിയത്തിയുണ്ട്. അഞ്ജു അമ്മമ്മയ്ക്ക് സുഖമില്ലാഞ്ഞിട്ട് പോയിരിക്കുകയാണ്. അഞ്ജുവിൻ്റെ അമ്മയുണ്ട്. അമ്മയുടെ പേരെന്താ? റാണി. ഇവരിപ്പോൾ +1കാരാണ്. +1കാരിൽ സയൻസിൽ, മറ്റേ മോളും സയൻസും ബയോളജിയും. എന്തിലേക്കാണ് നോക്കുന്നത്? +2 കഴിഞ്ഞിട്ട് നേഴ്സിംഗ് ആണല്ലേ? മോള് അഞ്ജു ചേച്ചി നേഴ്സിംഗ് ആണല്ലേ? അപ്പോൾ രണ്ടുപേരും നേഴ്സിംഗ്. അപ്പം നേഴ്സിങ്ങിന് 2 പേരായി നമുക്ക്. മോൾക്കോ? ബ്യൂട്ടീഷ്യൻ കോഴ്സാണ് ഇഷ്ടം. ചെയ്തോ? അത് നല്ല ഇതാണ് ശരിക്കും. സ്വന്തം ഇടാനുള്ള ഇതിലേക്ക് പോകണം. എല്ലാവർക്കും വേണ്ടി ജോലി ചെയ്യാതെ അവനവൻ തന്നെ ചെയ്യുന്ന വിധത്തിൽ. ഇപ്പോൾ ഒരു പെൺകുട്ടി അങ്ങനെ പോകണം. കുട്ടനാട്ടിൽ തന്നെ ഒരു ബ്യൂട്ടി പാർലർ നമുക്ക് ഇടാം അല്ലേ? അതായിരിക്കണം ലക്ഷ്യം. പഠിച്ചതുപോലെ നല്ല സ്ഥലത്ത് പഠിപ്പിക്കാൻ വിടാം. ചിലർക്കൊക്കെ അത് പാഷനായിട്ട് വരത്തുള്ളൂ. അപ്പം അതെ കഴിവുണ്ടെങ്കിൽ പഠിച്ചോളൂ. മോളുടെ അനിയത്തി എത്ര വയസ്സായി? സെയിം. അവക്കെന്തോ? അവളും ബ്യൂട്ടീഷ്യനാണോ? നേഴ്സ്. പവർ ഓഫ് പെന്നിന്റെ ദേവി കൃഷ്ണയാണ്, ഹോളി ഫാമിലി സ്കൂളിൽ നിന്ന് അല്ലേ? മോൾ എഴുതിയ ആളുടെ വീട്ടിൽ നമ്മൾ പോയിരുന്നു. അഞ്ചു മോളെ കുറിച്ചാണ് എഴുതിയത്. അപ്പം ഇവൾക്കും ഒത്തിരി സ്വപ്നങ്ങളുള്ളതാണ്. അവളുടെ സ്വപ്നങ്ങൾ മാറ്റി വെച്ചിട്ടാണ് വേറൊരാളെ കുറിച്ച് എഴുതിയത്. അപ്പോൾ ഇപ്പോൾ അവളൊരു മിടുക്കിയായിട്ട് ഞങ്ങളുടെ കൂടി ഇന്നത്തെ ഹോൾ ഡേയിൽ എല്ലാ വീടുകളും ഒക്കെ കണ്ട്, അപ്പോൾ നമ്മുടെ ഭാവിയുടെ ഒരു വാഗ്ദാനമാണ്. പുണ്യത്തിൻ്റെ ഒരു മെമ്പറാണ്. ഒത്തിരി കാര്യങ്ങൾ അവളും പഠിച്ചു, നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും എന്താണ് നമ്മൾ ചെയ്യുന്നതിനെക്കുറിച്ചും ഒക്കെ. അവൾക്കൊരു നേഴ്സാകാനാണ് അല്ലേ? നേഴ്സാകാനാണ്. ഇപ്പോൾ അവൾ +1 പഠിക്കുന്നു, സയൻസ് എടുത്തിട്ട്. +2 കഴിയുമ്പോൾ അവൾ തന്നെ പറഞ്ഞു, റിസർച്ച് ചെയ്ത് ഏറ്റവും നല്ല കോളേജ് ഏതാണെന്ന് കണ്ടുപിടിച്ച് അവൾ അതിലേക്ക് പോകും. അനിയത്തിക്കും അവളുടെ പാത തന്നെ. അനിയത്തി ഇപ്പോൾ ഏത് ക്ലാസ്സിലാണ്? 9. അപ്പോൾ അവൾ ഉടനെ വരുന്നുണ്ട്. അപ്പോൾ 2 നേഴ്സിംഗ് സ്റ്റുഡൻസ് ആണ് നമ്മൾ മുമ്പിൽ നിൽക്കുന്നത്. മീൻ പിടുത്തം. അപ്പം ഈ കുട്ടികളും നിങ്ങളുടെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യും എല്ലാവരുമായിട്ട്? അപ്പൊ സ്കൂളിലൊന്നും വിടുന്നില്ലായിരുന്നു? ഓക്കെ മനസ്സിലായി. ഇവിടുത്തെ സ്കൂളിൽ ചേർക്കാൻ പറ്റുമല്ലോ. ഇവിടുത്തെ ടീച്ചർ പറഞ്ഞ് ഒരു വിഷ്ണുവിനെ മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ചേച്ചി ടീച്ചർ പറഞ്ഞ് മോള് കൂടി ഇവിടെ ചേർക്കാം, കൊച്ചിനെ അങ്ങമ്മടെ ആക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ തന്നെ ചേർക്കും. ഇഷ്ടമാണോ സ്കൂളിൽ പോകുന്നത്? ഇഷ്ടം. കുറേ നാളൊക്കെ പോകാതെ നിന്നിട്ട് സ്കൂളിൽ പോയപ്പോൾ ഇങ്ങനെ ഇഷ്ടമായിരുന്നോ? പഠിക്കാൻ പ്രയാസമില്ലായിരുന്നോ? അപ്പം അപ്പോൾ ഇവര് എവിടെ 1ാം ക്ലാസ്സിൻ്റെ കൂടെ ഇരിക്കുവോ? അല്ല, അത് ശരി. അപ്പൊ അത് മലയാളത്തിന്. അപ്പൊ ബാക്കി വിഷയങ്ങളോ? അപ്പൊ ആ ക്ലാസ്സിൽ തന്നെ ഇരുത്തി നമ്മൾ ആ മറ്റേ ക്ലാസ്സിലേക്ക് വിടാൻ പറ്റില്ല. പ്രായം കുഞ്ഞു പിള്ളേരുടെ ഇടയ്ക്കല്ലേ? അപ്പൊ ഇവർക്ക് എന്തെങ്കിലും ട്യൂഷനോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഗുണമുണ്ടോ അതുകൊണ്ട്? വള്ളം കൊണ്ട് കൊട്ടവഞ്ചി പോകും. സ്കൂളിൽ വരുന്നത് തന്നെ ഈ മത്സ്യബന്ധനം കഴിഞ്ഞിട്ടാണ് കുഞ്ഞ് സ്കൂളിൽ വരുന്നത്. തറപ്പാല ഇങ്ങനെ വലിച്ചിട്ട് വീടില്ല, പുറമ്പോക്കി വലിച്ചു കെട്ടിയിരിക്കുക. ഇതാണ് ഐവിൻ. ഇതാണ് വീട്. നമ്മളിപ്പം പിന്നെ ഐവിൻ്റെയും ഐറിൻ്റെയും വീട്ടിലാണ് അല്ലേ? നമ്മുടെ സോണിയ ടീച്ചറിൻ്റെ കുട്ടികളാണ്. ഇത് ഐവിൻ 4th ഗ്രേഡിലല്ലേ? 4ാം ക്ലാസ്സിൽ. മോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 2ൽ പഠിക്കുന്നത്. ഡാൻസുകാരിയൊക്കെയാണ്. പാട്ട് പാടുമോ? പാട്ടുമൊക്കെ പാടും. പിന്നെ ഐവിന് സുഖം. എന്താണ് അവൻ്റെ അസുഖം? അവന് ഫിക്സ് വരും അല്ലേ? പക്ഷെ നമുക്കത് അറിയുന്നത് 5 വയസ്സ് തൊട്ടാണ്. അപ്പൊ അത് കൂടി സ്റ്റേജ് ആയതുകൊണ്ട് ഗുളികയുടെ ഒരു ഇതിന് നിൽക്കാതെ ഉള്ളൂ. പൂർണ്ണമായിട്ട് മാറുന്ന എല്ലാ ദിവസവും മരുന്ന് കഴിക്കണം. എത്രയാ ഒരു ചെലവ് ഒരു മാസത്തിൽ? ഇപ്പോൾ അവൻ്റെ ഒരു അസുഖത്തിൻ്റെ ഇതിന് ഒരാഴ്ച 1000 രൂപ കൊടുക്കണം.
പഠിത്തത്തെയൊക്കെ അത് ബാധിക്കുന്നുണ്ടോ മോൻ്റെ? ഇപ്പം നല്ല രീതിക്ക് ഉണ്ട്. ക്ലാസ്സിൽ ആബ്സെൻ്റ് ആകുമായിരിക്കും അല്ലേ? കുറച്ച് ക്ഷീണം അതുമൊക്കെ വരിക. പറഞ്ഞു കൊടുക്കുന്നതൊക്കെ പിള്ളേർക്ക് ക്യാച്ച് ചെയ്യാൻ നല്ല കഴിച്ച് പക്ഷേ ഇടയ്ക്ക് ഇപ്പം ഈ കുറച്ചാണ്ട് തലയടിച്ച് വീണതുകൊണ്ട് ചെറിയൊരു മറവി. അപ്പോൾ നമ്മളിന്ന് മൊത്തത്തിൽ 4 കുടുംബങ്ങളെയാണ് പ്രധാനമായിട്ട് കണ്ടത്. ഒന്ന് നമ്മളുടെ ദേവിക പവർ ഓഫ് പെൻ എഴുതിയ കുട്ടിയാണ്, അവൾക്കും സഹായം വേണ്ട കുട്ടിയാണ്. അതുപോലെ തന്നെ അവൾ എഴുതിയ കുട്ടിക്കും അഞ്ജുവിൻ്റെ വീട് നമ്മൾ കണ്ടു. അഞ്ജുവിൻ്റെ അമ്മ ഇച്ചിരി മെൻ്റലി റിട്ടയർഡ് ആയിട്ടുള്ള ആളാണ്. നമ്മൾ അവരുടെയൊക്കെ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ അവിടെ നമുക്ക് 4 കുഞ്ഞുങ്ങളുണ്ട്. അവർ 4 പെൺകുട്ടികളാണ്. അവർക്ക് 3 പേർക്ക് നേഴ്സാകണമെന്നും ഒരാൾക്ക് ബ്യൂട്ടീഷ്യൻ ആകണമെന്നാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ രാധിക ടീച്ചർ വഴിയിൽ നിന്നും കണ്ടെത്തിയ 3 കുട്ടികൾ, അവർ കന്നഡ സംസാരിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അവരിപ്പം 7ാം ക്ലാസ്സിൽ ചേർന്ന് ഒന്നേന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഒരു അത്ഭുതകരമായ കൊട്ടവഞ്ചിയിൽ ഫിഷിങ്ങിന് രാവിലെയും വൈകിട്ടും പോയാണ് അവർ അതിനുശേഷം ഒരു സ്കൂളിലെത്തുന്നത്. അപ്പോൾ അവരുടെയും മുന്നോട്ട് അവർക്കൊരു വീട് വേണം. അപ്പോൾ ആ വീടിൻ്റെ വിശദാംശങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും. അതും ആണ് നമ്മുടെ അടുത്ത ഒരു പ്രയോറിറ്റി. അതുപോലെ തന്നെ നമ്മൾ ഒരു ഐവിനെ കാണാൻ പോയി. ഐവിൻ്റെ വീട്ടിൽ 3 കുഞ്ഞുങ്ങളാണുള്ളത്. ഐവിൻ ബ്രെയിനിന് പ്രോബ്ലമുള്ള കുട്ടിയാണ്. അപ്പോൾ അവൻ്റെ മരുന്നുകൾക്കും അപ്പോൾ അവൻ്റെ അമ്മയ്ക്കൊരു തൊഴിൽ മാർഗ്ഗമാണ് അവർ പറയുന്നത്, ഒരു ചെറിയൊരു വരുമാനം ഉണ്ടാക്കുന്ന വിധത്തിൽ. അതുപോലെ നമ്മൾ വിട്ടുപോയൊരു കുട്ടിയുണ്ട്, ആദ്യം കാണാൻ നമുക്ക് പറ്റിയില്ല. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ഹൈസ്കൂളിലെ കുറച്ച് കുഞ്ഞുങ്ങൾ, സമയപരിമിതി മൂലം നമുക്ക് കാണാൻ പറ്റിയില്ല. പക്ഷേ നമ്മൾ അവരുടെ വീഡിയോസ് എല്ലാം ചെയ്ത് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും.